യോഗവാസിഷ്ടം. ഇനി നമ്മൾ അടുത്ത സർഗത്തിലേക്ക് കിടക്കുകയാണ്. 16ാമത്തെ സർഗത്തില് ശാസ്ത്രഗ്രഹണ ഫല നിർദ്ദേശം എന്നാണ് പറയുന്നത്. ഈ ശാസ്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഈ ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണ്, അതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയാണ്, ഇപ്പൊ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു മറയാണ്, അല്ലെ? ഇവിടെ ഈ ജഗത്ത്, ഈ സൃഷ്ടി എന്തെല്ലാം ഉണ്ട്, അതൊരു മറയാണ്. എന്തിനെയാണ് അത് മറയ്ക്കുന്നത്? സത്യത്തിനെ മറയ്ക്കുന്ന മറയാണ് ഈ സൃഷ്ടി മുഴുവൻ. ഈശാവാസ്യോപനിഷത്തില് ഒരു പ്രാർത്ഥനയില്ലേ, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയെ. എന്നാൽ ഹിരണ്യവർണ്ണം, സ്വർണവർണ്ണമുള്ള ഒരു പാത്രം കൊണ്ട് ഈ സത്യത്തിന്റെ മുഖം മറച്ചിരിക്കുകയാണ്, സത്യത്തെ മൂടിയിട്ടിരിക്കുന്നു. അപ്പൊ ഏതാണ് ഈ പാത്രം? ഈ ജഗത്ത്, ഈ കാണുന്നതൊക്കെ അതൊരു എന്താ പറയാ, നമ്മളതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ടോ ഈ സൃഷ്ടി എന്ന് പറയും. അപ്പൊ അതൊരു മറയാണ്. ആ മറയെ നീക്കിയിട്ട് സത്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആള്, സത്യം അറിയണം, ആ സത്യമാണ് എനിക്ക് വേണ്ടത്, ആ ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്ന ആള് കീർത്തിമാനായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അവര് വളരെ യശസ്സുള്ളവരായി മാറുന്നു. അപ്പോ ഈ സത്യനിഷ്ഠന്മാര്, സത്യം അറിഞ്ഞ മഹാത്മാക്കള് പറഞ്ഞു തന്ന ഈ ജ്ഞാനം, ഇതിനെ നിന്ദിച്ച്, അല്ലെ, ഇതിനെ വേണ്ട രീതിയിൽ ആദരവ് കൊടുക്കാതെ, ഇതിനെ പരിഗണിക്കാതെ ഈ ജ്ഞാനത്തെ ആരൊക്കെയാണോ നിന്ദിക്കുന്നത്, അതിനെ അവഗണിക്കുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ഇഷ്ടം പോലെ ജീവിക്കണം. അവർക്ക് തോന്നിയ മാതിരി ജീവിക്കുന്നവരാണോ? അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് കുളിക്കാനായിട്ട് സമുദ്രത്തിന്റെ തീരത്ത് ചെന്നു. കുളിക്കാനായിട്ടാണ് സമുദ്രത്തിലേക്ക് ചെന്നത്. പക്ഷെ അവരെന്താ ചെയ്യണത്? സമുദ്രത്തിനെ നിന്ദിക്കുകയാണ്. സമുദ്രത്തിനെ കുറെ നിന്ദിച്ച് എന്നിട്ട് തിരകളെ പിടിച്ച് ദൂരത്ത് എറിയാൻ ശ്രമിക്കുന്നവരാണ് എന്ന് പറയുന്നത്. തിരകളെ പിടിച്ചിട്ട് സമുദ്രത്തിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? അല്ലെ? അങ്ങനെ ശ്രമിക്കുന്നവരാണ് ഈ സത്യത്തിനെ നിന്ദിക്കുന്നവര് എന്ന് പറയാം. കാരണം ഇത് മാറ്റാൻ പറ്റില്ല, ഇതാണ് സത്യം, ഇതിനൊരിക്കലും ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ ചന്ദ്രൻ, അല്ലെ, ചന്ദ്രൻ സമുദ്രത്തിലാണ് പോകുന്നുണ്ട്, അങ്ങനെയാണല്ലോ സങ്കല്പം. പക്ഷെ എന്നിട്ടും ചന്ദ്രന്റെ കളങ്കം ഇനിയും മാറിയിട്ടില്ല. ചന്ദ്രനിൽ ഇപ്പോഴും ചന്ദ്രകളങ്കം ഇപ്പോഴും ഉണ്ട്, അല്ലെ? അപ്പൊ സമുദ്രത്തിൽ മുങ്ങി നിവർന്നിട്ടും അത് മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ജ്ഞാനസമുദ്രം, അല്ലെ, ഈ ജ്ഞാനസമുദ്രത്തില് മുങ്ങൊന്നും വേണ്ട, ഒന്ന് സ്പർശിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനത്തിൽ ഒന്ന് നീ സ്പർശിച്ചാൽ മതി രാമ, നിന്റെ എത്ര വലിയ വഴുക്കുകളും എത്ര വലിയ കളങ്കവും ഈ ജ്ഞാനം തുടച്ചു കളയും എന്നാണ്. അതാണ് ജ്ഞാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ജ്ഞാനത്തിന്റെ ശക്തി അതാണ്. ശരിക്കും നമ്മളെ കേട്ടിട്ടുണ്ടല്ലോ, ഗംഗയിൽ മുങ്ങി ഉണർന്നു കഴിഞ്ഞാൽ, നിവർന്നു കഴിഞ്ഞാൽ ശുദ്ധമാവുന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എല്ലാ പാപവും തീരും. അത് കേട്ടിട്ട് നമ്മളെല്ലാവരും ഋഷികേശിലോ എവിടേക്ക് വെച്ചാൽ ഒക്കെ പോയിട്ട് നമ്മൾ ഗംഗാനദിയിൽ മുങ്ങി നിവരും. എന്നിട്ട് വിചാരിക്കും, ഓ എന്റെ എല്ലാ പാപവും തീർന്നു. അതല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ്, ഏത് ഗംഗയിലാണ് മുങ്ങി നിവരേണ്ടത്? ജ്ഞാനഗംഗയില്, ജ്ഞാനമാകുന്ന ഗംഗയിൽ. അതാണ് നമ്മളുടെ ഗ്രൂപ്പിന്റെ പേര്, ജ്ഞാനഗംഗ, അല്ലെ? നമ്മള് കോവിഡ് തുടങ്ങിയപ്പോ പേരിട്ടതാണ് ജ്ഞാനഗംഗ എന്നായിരുന്നു നമ്മുടെ ഗ്രൂപ്പ്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ജ്ഞാനഗംഗയിലാണ് നമ്മൾ, അതിൽ മുങ്ങി നിവരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പർശിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതിലൊന്ന് സ്പർശിച്ചാൽ മതി. രാമനോട് പറയുന്നു, എന്റെ എല്ലാ പാപവും അത് കഴുകിക്കളയും. അതാണ് ജ്ഞാനമാണ് ഇത് നീക്കം ചെയ്യാനുള്ള വഴി. അപ്പൊ അതിന് സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഗംഗയിൽ മുങ്ങി നിവരുക എന്നൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് ഗംഗയിൽ മുങ്ങി കുളിച്ചുകൊണ്ട് മാത്രം പാപം പോകില്ല. ജ്ഞാനഗംഗയിലാണ് മുങ്ങി നിവരേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പോ മോക്ഷം വേണമെന്ന് ആഗ്രഹമുള്ള മുമുക്ഷുക്കളുടെ എല്ലാവരുടെയും പാപം, കളങ്കം അത് ഇല്ലാതാക്കും ഈ ജ്ഞാനം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണം, ഈ അമൃത സമുദ്രത്തെ, അങ്ങയുടെ വാക്കാകുന്ന ഈ സമുദ്രം, അതിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്രേഷ്ഠമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയണം.
ഇത് എന്താണ്, എപ്പോഴും കൽപ്പവൃക്ഷങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തേൻ സമുദ്രമാണ്. ആ തേനിന്റെ ഒഴുക്കിന് ഒരു എന്താ പറയാ, ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തേൻ സമുദ്രമാണ് ഈ ജ്ഞാനം എന്ന് പറയുക. അപ്പൊ വാൽമീകി മഹർഷി പറയണ, വാൽമീകി തുടക്കത്തിൽ ഓർമ്മണ്ടല്ലോ, ഭരദ്വാജൻ വാൽമീകിയോട് ചോദിച്ചു അല്ലെ, ഈ സംസാരമാകുന്ന സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചു. പണ്ട് രാമൻ ഏത് ജ്ഞാനം ഉപയോഗിച്ചാണോ മുക്തനായത് അതേ ജ്ഞാനം എനിക്ക് പറഞ്ഞുതരുന്നാണ് പറഞ്ഞത്. അപ്പൊ വാൽമീകി മഹർഷി, വസിഷ്ഠ മഹർഷി ശ്രീരാമൻ ഉപദേശിച്ച ആ യോഗ വാസിഷ്ഠത്തെ ഭരദ്വാജന് പറഞ്ഞു കൊടുക്കായിരുന്നു ഇത്രയും സമയം ചെയ്തുകൊണ്ടിരുന്നാൽ. അപ്പൊ ഇപ്പൊ വാൽമീകി പറയാണ്, അപ്പൊ വസിഷ്ഠൻ ഇത്രയും പറഞ്ഞു അല്ലെ, ഇത്രയും പറഞ്ഞപ്പോഴേക്കും പകൽ അസ്തമിച്ചു എന്ന് പറയാണ്. പകൽ അസ്തമിച്ചു എന്ന് മാത്രമല്ല, ഈ യോഗ വസിഷ്ഠ മഹർഷി ശ്രീരാമന് 18 ദിവസമാണ് ഉപദേശിച്ചത് എന്നാണ് പറയുന്നത്. 18 ദിവസം. അപ്പൊ 18 ദിവസം നീണ്ടു നിന്ന ഉപദേശം അവസാനിച്ചു സന്ധ്യായതോടുകൂടി, സൂര്യൻ അസ്തമിച്ചോടുകൂടി എന്ന് പറയാണ്. അപ്പൊ മുനിമാരെല്ലാവരും വസിഷ്ഠ മഹർഷിയെ നമസ്കരിച്ചു. അദ്ദേഹം വസിഷ്ഠ മഹർഷി സന്ധ്യാവന്ദനത്തിന്, സന്ധ്യാസ്നാനത്തിനായിട്ട് അവിടുന്ന് പോയി എന്ന് പറയാണ്. അപ്പൊ വസിഷ്ഠ മഹർഷി പോയതോടുകൂടി സദസ്യരെല്ലാവരും പിരിഞ്ഞുപോയി. അപ്പൊ ഇങ്ങനെ ശ്രീരാമൻ 18 ദിവസം വസിഷ്ഠ മഹർഷിയോടുകൂടി ആ ദിവ്യമായ ജ്ഞാനം ചർച്ച ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ, രാമന്റെ ഉള്ളിലുള്ള ഈ സംസാരവുമായി ബന്ധപ്പെട്ട എല്ലാ ദുഃഖവും മാറി എന്ന് പറഞ്ഞു, എല്ലാ മോഹവും, എല്ലാ അജ്ഞാനവും, എല്ലാ ഭ്രമവും അദ്ദേഹത്തിൽ നിന്ന് നീങ്ങിപ്പോയി എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, രാമന്റെ അവസ്ഥ, ഈ ജ്ഞാനം കേട്ടതോടുകൂടി, ജ്ഞാനം ഗ്രഹിച്ചതോടുകൂടി ശ്രീരാമന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ സ്ഥിരമാലകളില്ലാതെ സമുദ്രം എങ്ങനെയായിരിക്കും, നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥ അല്ലെ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ രാമൻ. കാരണം പൂർണ്ണമായും ആ ബോധാനുഭവത്തിൽ അങ്ങനെ അദ്ദേഹം നിൽക്കരുത്. ബോധാനുഭവത്തില് അദ്ദേഹം നിശ്ചലനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയാം. അപ്പോഴേക്ക് ദേവന്മാര്, ആകാശത്ത് ദേവന്മാരും സിദ്ധന്മാരും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ ജ്ഞാനം കേൾക്കാനായിട്ട്. വസിഷ്ഠ മഹർഷി ശ്രീരാമൻ ഉപദേശിക്കുന്ന ജ്ഞാനം ശ്രവിക്കാനായിട്ട് ആകാശത്ത് സിദ്ധന്മാര്, ദേവന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരും വളരെ സന്തോഷമുണ്ടായി അവർക്ക്. അവര് എന്താണ്, പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത്. കാരണം ശ്രീരാമനാണല്ലോ ഈ ജ്ഞാനം കേൾക്കാൻ കാരണക്കാരനായത്. അപ്പൊ ശ്രീരാമനെ അനുഗ്രഹിച്ചുകൊണ്ട് ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറയാണ്. എന്നിട്ട് പറയണം എന്താണ്, സ്വയം സാക്ഷാത് വിഷ്ണു ഭഗവാൻ തന്നെ രാമനായി അവതരിച്ച് ഈ സംസാര ദുഃഖത്തിൽ പെട്ടുപോയപ്പോ, ആ ദുഃഖം അനുഭവിച്ചപ്പോ അദ്ദേഹത്തിന് ഈ ജ്ഞാനം ഉപദേശം നേടാൻ സാധിച്ചു. അതോടുകൂടി അദ്ദേഹം ഉണർത്തപ്പെട്ടു അല്ലെ. ഭഗവാൻ വിഷ്ണു തന്നെയാണ് ശ്രീരാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രാമൻ, അങ്ങനെ ഉണർത്തപ്പെട്ട ജ്ഞാനിയായ രാമൻ സന്ധ്യാവന്ദനം കഴിഞ്ഞ് എത്തി. അപ്പോഴേക്ക് വസിഷ്ഠ മഹർഷി സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞെത്തി. ആ മഹർഷിയെ വാഴ്ത്തി സ്തുതിക്കുകയാണ് ശ്രീരാമൻ. നമസ്കരിച്ചു. എന്നിട്ട് പറയുകയാണ് ഭഗവാൻ, വസിഷ്ഠ മഹർഷിയോട്, ഭഗവാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ എല്ലാ സംശയവും നീങ്ങിപ്പോയിരിക്കുന്നു, എല്ലാ സംശയവും മാറിപ്പോയിരിക്കുന്നു. ഇപ്പൊ ദുഃഖം എന്നിൽ തീരെ ഇല്ല, ദുഃഖം പറ്റ വിട്ടുപോയിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ വളരെ ശാന്തത അനുഭവിക്കുന്നു ഞാൻ, വളരെ ശാന്ത. ഉള്ളിലൊരു ശീതളത, അന്തശീതളത, ഞാൻ ഉള്ളിലൊരു കുളിർമ, ഒരു തണുപ്പ് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോ എന്ന് പറയാം. അപ്പൊ തുടക്കത്തിൽ അദ്ദേഹം വളരെ താപമായിരുന്നു ഉള്ളിലുണ്ടായിരുന്ന ശ്രീരാമന്റെ അല്ലെ. ശ്രീരാമന്റെ ദുഃഖത്തെ കുറിച്ച് നമ്മൾ കേട്ടു. പക്ഷെ ഈ വസിഷ്ഠ മഹർഷി ഉപദേശ ജ്ഞാനം ഗ്രഹിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ദുഃഖമെല്ലാം നീങ്ങിപ്പോയി. ഉള്ളിലൊരു കുളിർമ വളരാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു അന്തശീതളത അദ്ദേഹത്തിന്റെ ഉള്ളില് ഉണർന്നു വന്നു, ശ്രീരാമന്റെ ഉള്ളില് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ശാന്തനായി മാറി. എന്നിട്ട് പറയണ, അങ്ങ് എന്റെ ഉള്ളിലുണ്ടായിരുന്ന അജ്ഞാന അന്ധകാരം മുഴുവൻ നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങ് സൂര്യനെ പോലെ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്റെ ഉള്ളിലുള്ള ആ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ, മോഹമാകുന്ന ഇരുട്ടിനെ മുഴുവൻ അങ്ങ് മാറ്റിയിരിക്കുന്നു എന്ന് പറയണം. അപ്പൊ അങ്ങ് എല്ലാവർക്കും ആശ്രയിക്കപ്പെടേണ്ട ഗുരുവാണ് അങ്ങ് എന്ന് പറയാണ്. അപ്പൊ ഉടനെ മഹർഷി വസിഷ്ഠ മുനി ഇപ്പോ
ശ്രീരാമനും വസിഷ്ഠനും തമ്മിലുണ്ടായ ജ്ഞാന സംഭാഷണം കേൾക്കാനായിട്ട് ആകാശത്ത് വന്ന് നിറഞ്ഞിരുന്ന ദേവന്മാരെ സഭയിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്ന് പറയുകയാണ്. അവരിപ്പോഴും ആകാശത്ത് നിൽക്കുക. അപ്പൊ അവരെ സഭയിലേക്ക് വിളിച്ചു വരുത്തി ശ്രീരാമനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിൽ ഒരുപാട് ആളുകളുണ്ട്. ആരൊക്കെയാണ്? യക്ഷന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ഋഷിമാര്, വിദ്യാധരന്മാര്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിലെ കേനോപനിഷത്തിൽ കേട്ടിട്ടുണ്ട് അല്ലെ? അതൊക്കെ കോൺഷ്യസ്നെസിന്റെ ഡിഫറെന്റ് ലേയേഴ്സ് ആണ് ഗുരുജി എന്ന് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാം ഉണ്ടായിരുന്നു ആ സമൂഹത്തില് എന്ന് പറയാം. അപ്പൊ അവരെ എല്ലാവരെയും ശ്രീരാമൻ തലകുനിച്ച് നമസ്കരിച്ചു, വണങ്ങി. അപ്പൊ അവര് പറയാണ്, അവർക്കൊക്കെ വളരെ ആനന്ദമായിരുന്നു ഈ ജ്ഞാനം ശ്രവിക്കാൻ ഇടയായതുകൊണ്ട് അവരെല്ലാവരും വളരെ ആനന്ദത്തിലായിരുന്നു. അപ്പൊ അവര് പറയാണ്, പരമമായ ആ സത്യത്തിലേക്ക് എത്തിക്കുന്ന ജ്ഞാനമാകുന്ന അമൃത് ഞങ്ങൾക്കും വേണ്ടുവോളം കിട്ടി, ഞങ്ങൾക്കും അത് നുകരാൻ സാധിച്ചു എന്ന് പറയും. ഈ അമൃതം ഞങ്ങൾക്കും നുകരാൻ സാധിച്ചു. ഈ 3 ലോകത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ മോഹവും എല്ലാ ഭ്രമവും നശിപ്പിക്കുന്ന നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ വണങ്ങുന്നു എന്ന് അവരെല്ലാവരും കൂടെ പറയാണ്. എന്നിട്ട് പറയാണ്, രാമനോട് പറയാണ്, രാമ, അങ്ങയുടെ ഗുരുവായ ഈ വസിഷ്ഠന്റെയും അങ്ങയുടെയും ഈ ഒരു ജ്ഞാന സംഭാഷണം മനുഷ്യരുടെ മനസ്സിനെ സത്യത്തിലേക്ക് എത്തിക്കുന്ന ജ്ഞാനമാണ് എന്ന് പറയാം. അപ്പൊ ഇതാരാണോ കേൾക്കുന്നത് അവർക്കൊക്കെ ആ സത്യത്തിലേക്ക് എത്താൻ സാധിക്കും. ആ ജ്ഞാനമാണ് ഇതിലൂടെ യോഗവാസിഷ്ഠത്തിൽ കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ സിദ്ധന്മാര് ഇവരെല്ലാവരെയും സ്തുതിച്ചു, ശ്രീരാമനെയും വസിഷ്ഠ മഹർഷിയെയും സ്തുതിച്ചു. എന്നിട്ട് അവര് ഈ ജ്ഞാനത്തെ കാശ്മീര ദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയാണ്. അവിടെയുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യാനായിട്ട് കാശ്മീര ദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയും. അപ്പൊ രാമനെ സംബന്ധിച്ച് രാമൻ ആ ജ്ഞാനം മുഴുവൻ അദ്ദേഹം ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന്റെ ദുഃഖം മുഴുവൻ നീങ്ങിപ്പോയി എന്ന് പറയാണ് വീണ്ടും. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളും ജനക മഹാരാജാവ് എങ്ങനെയാണോ രാജാവായിട്ട് ജ്ഞാനിയായിട്ടും രാജ്യഭരണം നിർവഹിച്ചത്, അതേപോലെ ജനകനെ പോലെ തന്നെ ഒരു ആഗ്രഹങ്ങളുമില്ലാതെ നിഷ്കളങ്കമായ ചിത്തവുമായി അദ്ദേഹം തന്റെ എല്ലാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു എന്ന് പറയാണ്. അപ്പൊ വെള്ളത്തില് ഇപ്പൊ താമരയില എങ്ങനെയാണ്? അത് നനയാറില്ല അല്ലെ? നനഞ്ഞു കുതിർന്നു പോകാറില്ല വെള്ളത്തിൽ കിടക്കുന്ന താമരയില. അതേപോലെ ഈ രാജകീയമായ സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ രാജകീയമായ ഭോഗങ്ങൾ ഒന്നും രാമന്റെ മനസ്സിന് ഒട്ടും ആകർഷിച്ചില്ല. അത് അറ്റാച്ച്ഡ് ആയില്ല. രാമൻ ഒന്നിനോട് സംഘം ഉണ്ടായിരുന്നില്ല. കൊട്ടാരത്തിലാണ് ജീവിച്ചതെങ്കിലും ഒന്നിനോടും രാമന് അതിനുശേഷം ഈ യോഗവാസിഷ്ഠം കേട്ടതിന് ശേഷം ഒന്നിനോടും ഒരു സംഘം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പിന്നെ പറയുന്നത് ആർക്കാണ് ഈ ജ്ഞാനം ഉപദേശിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. ആർക്കാണ് ഉപദേശിക്കേണ്ടത്? സത്സംഗമുള്ളവർക്ക് ഈ ജ്ഞാനം ഉപദേശിക്കാം എന്ന് പറയാം. അപ്പൊ സത്സംഗം ഉണ്ടോ എല്ലാവർക്കും? ഞാൻ ഉപദേശിച്ചത് കറക്റ്റായ ആളുകൾക്കല്ലേ ഉപദേശിച്ചിരിക്കുന്നത് അല്ലെ? ഇതൊക്കെ സത്സംഗികളാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ സത്സംഗമുള്ളവർക്ക് ഈ ജ്ഞാനം ഉപദേശിക്കാം. പിന്നെയോ സത്കർമ്മത്തിൽ മുഴുകുന്ന ആളുകൾക്ക്, നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ ജ്ഞാനം ഉപദേശിക്കാം. പിന്നെ വിരക്തിയുള്ളവർക്ക്, വൈരാഗ്യം ഉള്ളിൽ ഉണർന്നു വന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ, സത്സംഗമുള്ളവർക്കും നല്ല സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും വൈരാഗ്യം ഉള്ളിൽ ഉണർന്നു വന്നവർക്ക്, അങ്ങനെയുള്ള ധർമാത്മാക്കൾക്ക് മാത്രമേ ഈ ജ്ഞാനം ഉപദേശിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അതേപോലെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ഈ വിദ്യ പകർന്നു കൊടുക്കാം എന്ന് പറയുന്നു. പിന്നെ എന്താണ്? ദുർജനങ്ങള്, അതേപോലെ ദുരാഗ്രഹമുള്ളവര്, നിന്ദിക്കുന്ന ആളുകള്, അവർക്കൊന്നും ഈ രഹസ്യമായ ഈ ശാസ്ത്രം ഉപദേശിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഉപദേശിക്കണ്ട എന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? അതേപോലെ ശിവന് ത്രിമൂർത്തികള്, ബ്രഹ്മ, വിഷ്ണു, ശിവൻ അല്ലെ, ഇവരെ ആരാധിച്ചിട്ടില്ലാത്തവർക്ക്, സൂര്യനെ ആരാധിച്ചിട്ടില്ലാത്തവർക്ക് ഒന്നും ഇത് ഉപദേശിച്ചു കൊടുക്കരുത് എന്ന് പറയാം. കാരണം അവർക്കൊന്നും ഈ ശാസ്ത്രം കൊണ്ട് പ്രയോജനം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോ ഈ ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവാൻ ശിവന്, മഹേശ്വരന്, ദേവിക്ക്, വിഷ്ണുവിന്, നാരദ മുനി, ഇവർക്കൊക്കെയാണ് ഉപദേശിച്ചിട്ടുള്ള ഈ ജ്ഞാനശാസ്ത്രം എന്ന് പറയാം. അപ്പൊ ഇതിന്
മോക്ഷോപായം എന്ന് കൂടെ പറയും. യോഗവാസിഷ്ഠത്തിന് മോക്ഷോപായം എന്ന് കൂടി പറയും. മോക്ഷോപായമാണ് മഹാരാമായണം. അപ്പൊ രാമായണത്തിന്റെ ഒരു ഭാഗമാണിത് യഥാർത്ഥത്തിൽ, അല്ലെ? മഹാരാമായണം എന്ന് പറയുന്നത് മോക്ഷമാർഗമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ യോഗവാസിഷ്ഠം ആകുന്ന അമൃതം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൊത്തത്തിലൊന്ന് വിചാരം ചെയ്താൽ തന്നെ എല്ലാ ദുഷ്കർമ്മങ്ങളും അവസാനിക്കും എന്ന് പറയാം. അതേപോലെ വേണ്ട രീതിയിൽ വിചാരം ചെയ്യണമെങ്കിൽ, വേണ്ട രീതിയിൽ ആത്മവിചാരം ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് ആ പരമപദത്തിൽ എത്താൻ സാധിക്കാത്തത് എന്ന് ചോദിക്കാം. അപ്പൊ ആത്മവിചാരം ചെയ്യുന്നതിലൂടെ ആ പരമസത്യത്തിലേക്ക്, ആ പരമമായ പദത്തിലേക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കും. ഇനിയോ ഇത് വായിച്ച ഇതിന്റെ ഫലമാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഇത് വായിച്ചാൽ തന്നെ, കേട്ടാൽ തന്നെ പാപമെല്ലാം നീങ്ങി ബോധോദയം ഉണ്ടാവും എന്നാണ് പറയുന്നത്. സത്യത്തിനെ കുറിച്ചുള്ള ഒരു ബോധം ഉള്ളിലുണ്ടാവും എന്ന് പറയും. ഇനി ആ ബോധോദയം ഉണ്ടായില്ലെങ്കിൽ പോലും, ആത്മീയമായ തലത്തിൽ ഉണർവ് വന്നിട്ടില്ലെങ്കിൽ പോലും, ഇത് ഭക്തിപൂർവം വായിക്കുകയാണെങ്കിൽ മനസ്സ് ശുദ്ധമാകും എന്നാണ് പറയുന്നത്. ചിത്തശുദ്ധി സംഭവിക്കും എന്ന് പറയും. അതിന് ഒരു സംശയവും ഇല്ല എന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു ശാസ്ത്രം വിചാരം ചെയ്യണം എന്ന് പറയാണ്. കാരണം ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രഹ്മദർശനമാണ് നമുക്ക് തരുന്നത് യഥാർത്ഥത്തിൽ, അല്ലെ? ഈ ശാസ്ത്രം ശരിയായ രീതിയിൽ നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ ആ ബ്രഹ്മസാക്ഷാത്കാരം, അതാണ് ബ്രഹ്മദർശനം, അതാണ് നമ്മൾക്ക് തരിക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രം അത് മൂഢന്മാരാണെങ്കിൽ ശരി, മുമുക്ഷുക്കളാണെങ്കിൽ ശരി, ഈ ശാസ്ത്രം വിചാരം ചെയ്യണം എന്ന് പറയും. അതേപോലെ തന്നെ ബുദ്ധി കുറച്ചെങ്കിലും ഉണർവ് വന്നിട്ടുള്ളവർക്ക്, സംസ്കാരം നിറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അജ്ഞാനത്തെ നീക്കം ചെയ്യാൻ ഇതുപോലെ പ്രയോജനമുള്ള വേറൊരു ശാസ്ത്രമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശ്രേയസ്സും പ്രേയസ്സും രണ്ടും നൽകും എന്നാണ് പറയുന്നത്. പ്രേയസ് എന്ന് പറയുന്നത് ലൗകിക സുഖം, നേരത്തെ പറഞ്ഞു അതിനെ കുറിച്ച്. ശ്രേയസ് എന്ന് പറയുന്നത് മോക്ഷം. അപ്പൊ ലൗകിക സുഖ സൗകര്യങ്ങളും ഇത് തരും. എല്ലാ തരത്തിലുള്ള ലൗകിക സുഖവും ഈ ജ്ഞാനം തരും. അതേപോലെ മോക്ഷവും ഇത് പ്രദാനം ചെയ്യും. രണ്ടും തരും എന്നാണ് പറയുന്നത്. അതിൽ യോഗികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ഈ ശാസ്ത്രം. കാരണം ബോധസ്വരൂപം ശരിക്കും മുന്നിലുണ്ട്, കയ്യിലുണ്ട്. പക്ഷെ അത് നേടണമെങ്കിൽ പൂർവജന്മ പുണ്യമുണ്ടാവണം എന്ന് പറയണം. അപ്പൊ ഇവിടെ ഗുരു എന്ന് പറയുന്ന വസിഷ്ഠ മഹർഷിയാണ്. അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും അറിവുള്ള ഗുരുവാണ് വസിഷ്ഠൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മോക്ഷോപായത്തിന്റെ സാരമാണ് എന്നാണ് പറയുന്നത്. മോക്ഷോപായങ്ങളുടെ സാരമാണ് ഈ യോഗവാസിഷ്ഠം എന്ന് പറയുന്നത്. അപ്പോ പലപ്പോഴും എന്താണ്, ഇഷ്ടപ്പെട്ട വസ്തു അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വസ്തു നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് എപ്പോഴും വിഷമിച്ചു കഴിയുന്ന മനുഷ്യർക്ക് ദുഃഖം അകറ്റാൻ ശാസ്ത്രം പഠിക്കുകയല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദുഃഖം നീക്കം ചെയ്യാനായിട്ട് ഈ സത്യം എന്താണെന്ന് മനസ്സിലാക്കലാണ് ഒരൊറ്റ വഴി. ജ്ഞാനം മാത്രമേ വഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അന്ധകാരത്തെ, ഇരുട്ടിനെ നീക്കം ചെയ്യുന്ന പ്രകാശമാണ് എന്നൊക്കെ ഇതിനെങ്ങനെ പുകഴ്ത്തുകയാണ്. അതേപോലെ തന്നെ ആ ബ്രഹ്മവിചാരത്തില്, അല്ലെ, ബ്രഹ്മം എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു ഇതിലൂടെ. ആ ബ്രഹ്മവിചാരത്തില് കുറച്ച് സ്വല്പനേരങ്ങളിൽ, ക്ഷണനേരെങ്കിലും മനസ്സതിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെ മഹത്വമുള്ള ആളായി മാറും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് മഹത്വം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്ഷണനേരമെങ്കിലും ആ ബ്രഹ്മബോധത്തിൽ, ആ ബ്രഹ്മവിചാരത്തിൽ അങ്ങനെ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേട്ടോ? കുറച്ച് സമയം, ഒരു ക്ഷണനേരമെങ്കിലും ആ ബ്രഹ്മവിചാരത്തിൽ മുഴുകിയാൽ മതി എന്നാണ് പറയുന്നത്. എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലമാണ് ഉണ്ടാവുക. മാത്രമല്ല ഭൂമി മുഴുവൻ ദാനം ചെയ്ത ഫലമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതിനേക്കാൾ വലിയ ദാനം വേറെ ഇല്ലേ? എന്ന് മാത്രമല്ല ആയിരക്കണക്കിന് യജ്ഞങ്ങൾ നടത്തിയ ഫലമാണ് ഉണ്ടാവുക. ആ ബ്രഹ്മവിചാരത്തില് ക്ഷണനേരമെങ്കിലും മനസ്സിനെ നിർത്താനായിട്ട് സാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അല്ലെ? ദിവസേന നമ്മൾ ക്ഷണനേരം നമ്മൾ നിൽക്കാറുണ്ട് ബ്രഹ്മവിചാരത്തിൽ, അല്ലെ? ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് ചെറിയൊരു മെഡിറ്റേഷനിൽ. നമുക്കൊക്കെ അത് കിട്ടാറുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറെ പേർക്കൊക്കെ കിട്ടുന്നുണ്ടാവും, അല്ലെ? ശരിയല്ലേ? എത്ര പേർക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ബ്രഹ്മവിചാരം? ഉണ്ടാവും. നമ്മൾ
ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥ അതിനുണ്ടാവും. അപ്പോ എത്രയോ അനേകം യജ്ഞങ്ങൾ നടത്തിയ ഫലമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ദേവന്മാരെയും വിധിയാമെണ്ണം വേണ്ട പോലെ പൂജിച്ചതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അത് മാത്രമല്ല, തന്റെ പിതൃക്കളെ മുഴുവൻ ഈ സംസാരത്തിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊക്കെ മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മവിചാരത്തില് കുറച്ച് സമയം മുഴുകാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല 3 ലോകങ്ങളിലും ത്രിലോകങ്ങളിലും അയാള് ആരാധ്യനായി ഭവിച്ചിരിക്കുന്നു, പൂജ്യനായി ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ 16ാമത്തെ സർഗം അവസാനിക്കുന്നത്. ശാസ്ത്രഗ്രഹണ ഫലദേശം. ഈ ശാസ്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് ഭരദ്വാജന്റെ ഊഴമാണ്. അപ്പൊ വാൽമീകി മഹർഷി ഇങ്ങനെ എല്ലാം പറഞ്ഞു നിർത്തി ഭരദ്വാജനോട്. അപ്പൊ ഇനി ഭരദ്വാജനാണ് ഇനി തിരിച്ചു പറയാനായിട്ട് പോകുന്നത്. വാൽമീകി മഹർഷി പറയണം ഭരദ്വാജനോട്. അപ്പൊ ഈ രീതിയിൽ വസിഷ്ഠ മഹർഷി ഉപദേശിച്ച ആ ജ്ഞാനം അത് മുഴുവൻ കേട്ടിട്ട് ശ്രീരാമൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്തു എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു ഉപശമ സുഖം അനുഭവിച്ചുകൊണ്ട് പൂർണ്ണ ബോധത്തില് അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു പിന്നീടുള്ള കാലം എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പരമയോഗിയായി മാറി ശ്രീരാമൻ. എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ദേവനായി മാറി എന്ന് പറയും. അദ്ദേഹം ആ ശുദ്ധ ബോധ സ്വരൂപത്തിൽ കഴിയാനായിട്ട് തുടങ്ങി. ജനന മരണങ്ങൾക്കെല്ലാം അതീതനായിട്ട് നിന്നു ശ്രീരാമൻ എന്ന് പറയാം. എല്ലാ ഗുണങ്ങൾക്കും ഇരിപ്പിടമായി മാറിക്കഴിഞ്ഞു അല്ലെ എന്നൊക്കെ പറയണം. ശ്രീരാമനെ കുറിച്ച് പറയണം. എന്ന് പറഞ്ഞാൽ ആ ശുദ്ധ പ്യുവർ കോൺഷ്യസ്നെസ്, ആ ഒരു ബോധത്തില് അങ്ങനെ ശ്രീരാമൻ നിന്നു എന്ന് പറയാം. അപ്പൊ അങ്ങനെ കുറച്ച് സമയത്തേക്ക് അദ്ദേഹം അങ്ങനെ ആ ഒരു ആനന്ദ സമുദ്രത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് ശ്രീരാമൻ. അദ്ദേഹത്തിന്റെ ഉള്ളില് എല്ലാ ചിന്തകളും വിട്ടുപോയി, എല്ലാ വിചാരങ്ങളും വിട്ടുപോയി എന്ന് പറയുന്നത്. കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകാനായിട്ട് തുടങ്ങി ശ്രീരാമന്റെ കണ്ണുകളില്. ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ടുപോകുന്നാണ് പറയുന്നത്. ശരീരം മുഴുവൻ അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടായി ജ്ഞാനം കേട്ടിട്ട് എന്ന് പറയാം. അപ്പൊ അദ്ദേഹം ആ ഒരു ആ ഉണ്മ മാത്രമായിരിക്കുന്ന ആ ഒരു സ്വരൂപത്തില് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പ്യുവർ കോൺഷ്യസ്നസ് ആയി അദ്ദേഹം മാറി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയില് അഷ്ടൈശ്വര്യ സിദ്ധികൾ പോലും പുല്ലുപോലെ നിസ്സാരമാണെന്ന് തോന്നുന്ന ഒരവസ്ഥയാണിത് എന്നാണ് പറയുന്നത്. എല്ലാ സിദ്ധികളും വളരെ നിസ്സാരം. കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്നതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാം നിസ്സാരമാണ്. അഷ്ടൈശ്വര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് സിദ്ധികൾ. അതുപോലും നിസ്സാരമായിട്ട് തോന്നും എന്നാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ. അപ്പൊ ശ്രീരാമൻ ആ ഒരു അനുഭവത്തിൽ കണ്ണിൽ നിന്ന് വെള്ളവും ഒലിപ്പിച്ച് അങ്ങനെ ആനന്ദാശ്രുക്കൾ ഒഴിച്ച് അങ്ങനെ മിണ്ടാതെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ആ ശിവപദത്തിൽ അദ്ദേഹം താതാത്മ്യം പ്രാപിച്ചു. പിന്നെ രാമൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ഭരദ്വാജൻ ചോദിക്കുകയാണ്, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ ഭരദ്വാജൻ ചോദിക്കുകയാണ്, രാമൻ അദ്ദേഹത്തിന് ആ സത്യം അല്ലെ അത് അനുഭവിക്കാൻ സാധിച്ചത്, അതിനെ നേടാൻ സാധിച്ചത് അങ്ങേയറ്റം ആശ്ചര്യകരമായിരിക്കുന്നു. എന്നിട്ട് വാൽമീകിയോട് ചോദിക്കുകയാണ്, ഭഗവാനെ ഞങ്ങൾക്കും ആ ഒരു അനുഭവം എങ്ങനെ വന്നു ചേരുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം കേട്ട് ശ്രീരാമൻ ആ തലത്തിലേക്ക് ഉയർന്നു. അപ്പൊ ഭരദ്വാജൻ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ആ അനുഭവം വരാൻ എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെ എത്തിച്ചേരും? കാരണം എന്നെ പോലുള്ള മൂർഖന്മാര്, അതേപോലെ ദുഃഖം അനുഭവിക്കുന്നവര്, അല്പജ്ഞന്മാര്, പാപികള്, അവരുടെയൊക്കെ സ്ഥാനം എവിടെ? ബ്രഹ്മാവ് പോലും ആഗ്രഹിക്കുന്ന രാമന്റെ ഇപ്പോഴത്തെ അനുഭവസ്ഥിതി എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കണം. അത്രയും വ്യത്യാസം ഉണ്ടല്ലോ. എന്നിട്ട് പറയണം, വാൽമീകി മഹർഷിയോട് പറയണം, അങ്ങന്റെ ഗുരുവാണ്, എങ്ങനെ ആയാലാണ് എനിക്ക് വിശ്രമം കിട്ടുക, എനിക്ക് ഈ അവസ്ഥ എത്താൻ കഴിയുന്നത് എങ്ങനെ, എന്ത് ചെയ്താലാണ്, എങ്ങനെയാണ്? അപ്പൊ ഈ മറുകര കാണാൻ പറ്റാത്ത, അക്കരെ കാണാനായിട്ട് സാധിക്കണില്ല, അങ്ങനെയുള്ള ഈ സംസാര സാഗരത്തെ എനിക്ക് എങ്ങനെയാണ് കടന്നു ചെല്ലാൻ സാധിക്കുക എന്ന് വീണ്ടും ഭരദ്വാജൻ വാൽമീകി മഹർഷിയോട് ചോദിക്കാം. അപ്പൊ വാൽമീകി മഹർഷിന് മറുപടി പറയണം, ഭരദ്വാജനോട് പറയണം, ഭരദ്വാജ, ശ്രീരാമന്റെ ചരിത്രം
വസിഷ്ഠം പറയുന്ന രീതിയിൽ ഞാൻ നിന്നെ വിശദമായിട്ട് കേൾപ്പിച്ചല്ലോ, നീ എല്ലാം കേട്ടല്ലോ. ഇനി ബുദ്ധി കൊണ്ട് ആലോചിക്കൂ, അതിനെ വിമർശിക്കൂ, അതിനെ മനനം ചെയ്യൂ നല്ല പോലെ എന്ന് പറയും. ഇനി അറിയേണ്ട ചില കാര്യങ്ങളും കൂടി ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടി പറയാനായിട്ട് തുടങ്ങാം. ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്, അവിദ്യ കൊണ്ടാണ്. അപ്പൊ അവിദ്യ കാരണമാണ് ഈ പ്രപഞ്ചമുണ്ട് എന്ന് തോന്നുന്നത്. അപ്പൊ അവിദ്യ കൊണ്ട് തോന്നുന്ന ഈ പ്രപഞ്ചം സ്വല്പം പോലും സത്യമല്ല എന്ന് പറയുന്നത്. ഇത് സത്യമല്ല, ഇത് അസത്യമാണ്. അപ്പൊ അറിവുള്ള ആളുകള് ബോധം എന്താണ്, ജഡം എന്താണ്, ഇതിനെ വേർതിരിച്ച് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഈ ജഗത്ത് എന്ന് പറയുന്നത് ജഡമാണ്, പക്ഷെ ബോധമാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ നേരെ മറിച്ച് അവിവേകികളാണെങ്കിലോ അവര് പരസ്പരം ഇതിലെ വാദിച്ചുകൊണ്ട് തർക്കിച്ചു കഴിഞ്ഞുകൂടുകയാണ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. ഈ പ്രപഞ്ചം എന്ന പേരില് വേറെയായിട്ട് ഇവിടെ എന്താ ഉള്ളത് എന്ന് ചോദിക്കണം ഭരദ്വാജനോട്. എന്നിട്ട് പറയാണ്, നീ ബോധസ്വരൂപം, ഉള്ളത് മാത്രമായിരിക്കുന്ന ആ ബോധസ്വരൂപം, അതിനെ അഭ്യാസം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കൂ, എന്നിട്ട് ജ്ഞാനിയായി മാറൂ എന്ന് പറയാണ്. ഈ പ്രപഞ്ചം ഉണ്ടെന്നുള്ള ആ ഒരു തോന്നൽ, ആ ഒരു സങ്കല്പം ഒരു തരത്തിലൊരു ഉറക്കമാണ് എന്ന് പറയാം. എന്നുവെച്ചാൽ ഉണർവ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് അത് ഉണ്ട് എന്ന് തോന്നുന്നത്. നേരെ വെച്ച് ഉണർവ് വന്ന ആളുടെ ഉള്ളിലോ ആ ബോധസൂര്യനാണ് പ്രകാശിക്കുക. ബോധമാകുന്ന പ്രകാശം ജ്വലിച്ചുകൊണ്ടേയിരിക്കും ഉണർവ് വന്ന ആളുടെ ഉള്ളിൽ. അപ്പൊ ഉറക്കത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം സത്യമാണെന്ന് തോന്നുന്നത്, എല്ലാം ഉണ്ടെന്ന് തോന്നുന്നത്. ആ ഉറക്കത്തിന്റെ അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒന്നുമില്ലായ്മയിൽ ഉണ്ടെന്ന് തോന്നിയ പ്രപഞ്ചം ഒന്നുമില്ലാത്തതാണ് എന്ന് പറയുന്നത്, ശൂന്യമാണ് എന്ന് പറയും. അപ്പൊ ശൂന്യം, ഇത് ശൂന്യമാണ് യഥാർത്ഥത്തിൽ. പ്രപഞ്ചം എന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. പക്ഷെ എന്നാലും ഉണ്ടെന്ന് തോന്നുമ്പോഴും ഇതിനെപ്പറ്റി അറിവുള്ളവര് ഈ തോന്നുന്ന പ്രപഞ്ചവുമായിട്ട് സംഘമുണ്ടാവില്ല, പറ്റിക്കൂടാറില്ല എന്ന് പറയും. അവര് നിസ്സംഗ ഭാവത്തിലായിരിക്കും അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് തോന്നാനുള്ള കാരണം? ഉള്ളിലുള്ള വാസനയാകുന്ന ദോഷം കൊണ്ടാണ്. അല്ലെ? ആ വാസന ജന്മങ്ങളായിട്ട് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക നമ്മളുടെ ഉള്ളില്. ആ വാസനയാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് ഉള്ളതാക്കി കാണിക്കണ എന്ന് പറയുന്നത്. പ്രപഞ്ചം ഉള്ളതാക്കി കാണിക്കുന്ന വാസന. അപ്പൊ ഈ സംസാര കോലാഹലം, ഈ പ്രപഞ്ചം മുഴുവനും യഥാർത്ഥത്തിൽ ഒരു മജീഷ്യൻ ക്രിയേറ്റ് ചെയ്ത എന്താ പറയാ ഗന്ധർവ നഗരം പോലെയാണ്. ഗന്ധർവ നഗരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോ മജീഷ്യൻ എന്തും ക്രിയേറ്റ് ചെയ്തത് കാണിക്കാനായിട്ട് പറ്റും, അല്ലെ? ഉള്ളതാക്കി കാണിക്കാനായിട്ട് പറ്റും. അപ്പോ അതേപോലെ ഇതൊരു എന്താ പറയാ ഒരു ഇന്ദ്രജാലക്കാരന്റെ, മജീഷ്യന്റെ സൃഷ്ടി പോലെ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ നീ വീണ്ടും കുറെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിനകത്ത്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. ഉള്ളിൽ അനുഭവപ്പെടുന്ന സംതൃപ്തി, അതിനെ നിരീക്ഷിക്കൂ. ഉള്ളിൽ നിറഞ്ഞു വരുന്ന ശാന്തി, ആനന്ദം, അതിൽ വിശ്രമിക്കും. ഓം സം സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ
ഇലസ്പതി സമിധ്യസി സനോ വസൂന്യാഭരാ സംഗച്ഛധ്വം സംവദധ്വം സംവൗമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധീഭ്യഃ നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം പൂർണ്ണ തൃപ്തിയോടുകൂടി സാവകാശം കണ്ണുകൾ തുറക്കാം.